ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നൊരു പ്രമാദമായൊരു കേസാണ് അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നു എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ അമ്മായിയമ്മയുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, അവരൊരു ബോൺ ക്രിമിനലാണ്, അവരത് ചെയ്തിരിക്കും. സാധാരണ ഒരു സ്ത്രീ വീട്ടിൽ പ്രശ്നമുണ്ട്, കാരണം മരുമകൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ മാറി താമസിക്കണം, നിങ്ങൾ വീട് വാടകയ്ക്കെടുത്ത് മാറി താമസിക്കണമെന്ന് അവർ ശാഠ്യം പിടിക്കുകയും ചെയ്യുക. പക്ഷേ ഇവർ പകയെല്ലാം കൂടെ ചേർത്ത് വെച്ച് തെറ്റുകളും ശരികളും നമുക്ക് വിശകലനം ചെയ്യാൻ അറിയില്ല. കാരണം നമ്മൾ ആ സംഭവത്തിൽ ആ വീട്ടിൽ നമ്മളില്ല, നമുക്കറിയില്ല ആരാണ് ശരി ആരാണ് തെറ്റെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരാളെ കൊല്ലാൻ ഒരാൾക്ക് അവകാശമില്ലല്ലോ. ഇതൊക്കെ നമ്മളൊക്കെ മറന്നതും നമ്മൾ ശ്രദ്ധിക്കാതെ പോയ വേറൊരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. 90കളിൽ ഒരു സ്കൂളിൽ ഒരു അധ്യാപകനെ ഒരു 5ാം ക്ലാസ്സിലിട്ട് വെട്ടി നുറുക്കി കൊന്നൊരു സംഭവം നടന്നു. നമ്മൾ കേസിനെ കുറിച്ചോ രാഷ്ട്രീയത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അതിൻ്റെ ഒരു സംഭവം ഞാൻ പറയാം. ആ 5ാം ക്ലാസ്സിൽ നിന്ന് ആ കുട്ടികൾ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. കാരണം ഈ ചോര കുഞ്ഞുങ്ങളുടെ മുഖത്തേക്കാണ് തെറിക്കുന്നത്. ഉണ്ടായ മാനസിക വിഭ്രാന്തി ഒരുപാട് കുട്ടികൾ, അതിലെ എല്ലാ കുട്ടികളെയും കൗൺസിലിംഗ് കൊടുത്തു. ട്രീറ്റ്മെൻറ്റിലുള്ള കുട്ടികൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അതിലൊരു പെൺകുട്ടി അതിജീവിക്കാൻ കഴിയാതെ 2023 ആത്മഹത്യ ചെയ്തു. ആ സംഭവത്തിൽ നിന്ന് ആ കുട്ടിക്ക് അവളുടെ മനസ്സ് മോചിതയായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യും. ഒരു മുറി 2 കുട്ടികളുടെ കൂടെ കിടന്ന അമ്മ ഇങ്ങനെ വെട്ടിക്കൊല്ലും. ആ കുട്ടികൾക്ക് അവർക്ക് കാണേണ്ടി വന്ന ആ ദാരുണമായ സംഭവം ആ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിന്ന് എന്നെങ്കിലും മാഞ്ഞു പോവില്ല. അവരെ മാനസികമായി ഇത്രയധികം തളർന്നു പോകുന്ന, ഇനി ഭാവിയിലും ഒരു വെല്ലുവിളി നേരിടാൻ കഴിയുന്ന അത്ര ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നൊരു സംഭവമാണിത്. ആ കുട്ടികൾക്ക് കൃത്യസമയത്തിന് ശരിക്കും അവരെ കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് അതിനേക്കാൾ നല്ലൊരു സാഹചര്യം കൊടുക്കാൻ ആ അച്ഛൻ മാത്രമേ ഇനിയുള്ളൂ. ആ അച്ഛൻ പോലീസ് സ്റ്റേഷന് മുന്നിൽ കിടന്ന് നിലവിളിക്കായിരുന്നു, ഈ സ്ത്രീയെ ഇനി തിരിച്ചിറക്കരുതേ സാറേ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സ്ത്രീ 72 വയസ്സായ സ്ത്രീ എത്ര നാൾ ജയിലിൽ കിടക്കും, അല്ലെ അവർ തിരിച്ചു വന്നിട്ടെന്താ? ഈ അച്ഛന്, അതായത് 4 മണിക്ക് എഴുന്നേറ്റ് പണിക്ക് പോകുന്ന ആ അച്ഛന് ആദ്യം റബ്ബർ ടാപ്പിംഗ് ചെയ്ത് വന്നതിന് ശേഷം ഓട്ടോ എടുത്ത് പോകുന്നൊരു മനുഷ്യനാണ്. അയാൾക്ക് ഈ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം ഒന്ന് ഓർത്തു നോക്കിയേ. ഒരാളുടെ പ്രവൃത്തിയിൽ ആ കുടുംബം ഛിന്ന ഭിന്നമായി. സുഖാണെങ്കിലും ദുഃഖാണെങ്കിലും ഒരു കൂരക്കീഴിൽ ഇങ്ങനെ പോകുന്ന ഒരു നല്ല കുടുംബം, അച്ഛനും അമ്മയും 2 മക്കളുള്ള കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കി. ആരെന്താണ് നേടിയത്? ആ കുഞ്ഞുങ്ങളെ ആ മാനസികാവസ്ഥയിൽ നമുക്ക് രക്ഷിക്കണം. ശരിക്കും രക്ഷിച്ചില്ലെങ്കിൽ ആ കുട്ടികൾക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ എത്തിച്ചേരും എന്നത് എനിക്കും ഒരു ഉത്കണ്ഠയുണ്ട്. നിങ്ങൾക്കോ? താങ്ക് യു.